പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 3ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ പാഠങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് എന്നീ പ്രധാന വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി കാണുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാർക്ക് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. യോജിപ്പിക്കാം എന്നുള്ളതിൽ 6 ചോദ്യങ്ങളുണ്ട്. അപ്പുറത്ത് നിങ്ങൾക്ക് 6 എണ്ണം പെട്ടിയിലാക്കി നൽകിയിട്ടുണ്ട്. യോജിച്ചത് ചോദ്യങ്ങൾക്ക് നേരെ എടുത്ത് എഴുതി കൊടുത്താൽ മതി. നമ്മൾ എഴുതിയിട്ടില്ല, നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിക്കാം. സ്വർഗപ്രവേശനം തടയും ആർക്കാണ്? നമീമത്തുമായി നടക്കുന്നയാൾക്ക് സ്വർഗപ്രവേശനം തടയും. 2, പരദൂഷണം പറയുന്നത് കേട്ടാൽ തടയണം. 3, അസൂയാലു എപ്പോഴും അസ്വസ്ഥനായിരിക്കും. 4, അഊദു ബില്ലാഹി, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു, മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. 5, പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അവയവം ഖൽബാണ്, ഹൃദയമാണ്. 6, സൃഷ്ടികളിൽ നല്ല സ്വഭാവമുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇതിൽ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ ചോദിച്ചേക്കാം. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടത്, പാഠം ആരൊക്കെ നന്നായി വായിച്ചിട്ടുണ്ടോ അവർക്ക് ഈ ഒരു പരീക്ഷ നല്ല എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ആദ്യത്തെ ചോദ്യങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ളതൊക്കെ സിമ്പിളായിരിക്കും. അതുകൊണ്ട് പാഠം നന്നായി വായിക്കുക. ഓരോ പാഠവും 2 വീതം ചുരുങ്ങിയത് വായിക്കണം. ഇനി 2ാമത്തെ ചോദ്യം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. വായിക്കുന്നതിന് മുമ്പ് നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സമ്മാനമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. അവസാനത്തിൽ നിങ്ങൾക്കിത് ഗുണം ചെയ്തെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ആമീനോ അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. 1ാമത്തെ ചോദ്യം, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്ത് കഴിക്കണം? നല്ല ഭക്ഷണം കഴിക്കണം. 2, ആരാണ് നമ്മുടെ അയൽവാസികൾ? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവരാണ് നമ്മുടെ അയൽവാസികൾ. 3, ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. 4, നമീമത്ത് എന്നാൽ എന്ത്? കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ്. ഇമ്പോർട്ടൻ്റാണ്. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ്. 5, ഗീബത്ത് എന്നാൽ എന്ത്? തൻ്റെ സഹോദരനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്. ബാക്കി കൂടെ പറയലാണ് ഗീബത്ത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിലും അതിൻ്റെ മാർക്ക് കിട്ടും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 6, അസൂയ എന്നാൽ എന്ത്? തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ. 7, സൽ സ്വഭാവം എന്നാൽ എന്ത്? നല്ല വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ്. ഒന്നുകൂടെ, നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽസ്വഭാവം. ഇതിൽ പറഞ്ഞ ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. നിങ്ങളതിനെ എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. പ്രധാനമായി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടാവും. ഇമ്പോർട്ടൻ്റായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. മറ്റൊരു ചോദ്യ പേപ്പർ ദുറൂസിനെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഞാനത് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അതിലും ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം 3ാമത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. 1, നമീമത്ത് ഇബ്ലീസിൻ്റെ ഇഷ്ടവിനോദമാണ്. 2, തീ വിറകിനെ തിന്നുന്നത് പോലെ തീർച്ചയായും അസൂയ നന്മയെ തിന്നും. മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. 4, തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് ചൊല്ലണം. ഇതും പാഠം വായിക്കുന്നവർക്കായിരിക്കും എളുപ്പമായി ഉണ്ടാവുക. അതുകൊണ്ട് വീണ്ടും പറയുന്നു, പാഠം വായിക്കുക.
ഇനി അടുത്ത ചോദ്യം, ഖൽബിനെ നന്നാക്കാനുള്ള വഴികളാണ് ചോദിച്ചിട്ടുള്ളത്. 3 എണ്ണമാണ് എഴുതേണ്ടത്. അവിടെ കൊള്ളുന്നതെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ശീലമാക്കുക, തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക, സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, നല്ലവരോട് സഹവസിക്കുക, ദിക്റും സ്വലാത്തും ശീലമാക്കുക. ഒരു 3 എണ്ണം ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് ചോദിച്ചേക്കാം. അടുത്തത് സൽ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പുഞ്ചിരിക്കുന്ന മുഖം, ആരെയും ഇഷ്ടപ്പെടുന്ന സംസാരം, അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ്, നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്, ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ്, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം. ഒരു 2-3 ഇതിൽ നിന്നും പഠിച്ചു വെക്കുക. ഇനി അടുത്തത് റിയാ എന്നാൽ എന്ത്? മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. ഒരിക്കൽ ബ്രാക്കറ്റിൽ വന്ന ചോദ്യമാണ്. വീണ്ടും ചോദ്യമായി വരുമ്പോൾ അതിനെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റായി കാണണം. ഇനി അതിന് ശേഷം പദ്യം പൂരിപ്പിക്കാം എന്നൊരു ചോദ്യമാണ്. റബ്ബിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ ഏഷണി പരത്തുന്ന നാശകാരികൾ തന്നെ. നാവിനെ സൂക്ഷിച്ച് നാം നാടാകെ നന്മ ചെയ്ത് നല്ലവർക്കൊപ്പം നിന്ന് സ്വർഗത്തിൽ ഇടം നേടാം. പദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മളത് പഠിച്ചു വെക്കുന്നത് വളരെ ഗുണം ചെയ്യും. പിന്നെ പൂരിപ്പിച്ച അർത്ഥം എഴുതാം എന്നുള്ളതാണ്. ഇയ്യാക്കും വൽ ഹസദ ഫൈനൽ ഹസദ യൗകുലുൽ ഹസനാത്തി കമാത്ത് ഉക്കുൽ. നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക. തീ വിറകിനെ തിന്നുന്നത് പോലെ തീർച്ചയായും അസൂയ നന്മയെ തിന്നും. ഇത് നമ്മൾ പരിചയപ്പെടുത്തിയ മറ്റേ പേപ്പറിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ ഇമ്പോർട്ടൻ്റായി തന്നെ കാണുക. ദുറൂസാണ്, നിങ്ങൾക്കറിയാലോ. ഒരുപാട് ഹദീസുകൾ നമ്മുടെ പാഠങ്ങളിൽ വന്നിട്ടുണ്ട്. ഫുൾ മാർക്ക് ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാ ഹദീസുകളും അതിൻ്റെ ആശയങ്ങളും കൃത്യമായി പഠിച്ചു വെക്കണം. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ആയത്തുകൾ അർത്ഥമോ ഹദീസിൻ്റെ അർത്ഥമോ നമുക്ക് അറിയാണ്ടായി പോയാൽ മാർക്ക് കുറഞ്ഞു പോകും. കാരണം ദുറൂസിൽ പലപ്പോഴും 2-3 ഹദീസുകളൊക്കെ ഏതെങ്കിലും രൂപത്തിൽ പൂരിപ്പിക്കാനോ അതല്ലെങ്കിൽ ഡിസോർഡറായി കൊടുത്തത് ഓർഡറാക്കാനോ ഏതെങ്കിലും രൂപത്തിൽ ഒരു 3 ഹദീസ് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഗീബത്ത്, നമീമത്ത് ഈ പാഠങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ 2-3 ഒക്കെ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾക്കുള്ളതുണ്ട്. അത് പ്രത്യേകം നമ്മൾ കണ്ടെത്തി പഠിക്കുക. മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ 2 ചോദ്യപേപ്പർ കൃത്യമായി നിങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അല്ലാഹു തആല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും അല്ലാഹു തആല മുഴുവൻ മാർക്കും നൽകി ഉയർന്ന വിജയം അല്ലാഹു നൽകട്ടെ. നമ്മളൊക്കെ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.